തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലെത്തിച്ച കെഎസ്ആർടിസി ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചുവെന്നാണ് ആരോപണം. അതേസമയം മെഡിക്കൽ കോളേജ് അധികൃതർ ആരോപണം നിഷേധിച്ചു. കൃത്യസമയത്ത് ചികിത്സ നൽകിയെന്നും മെഡിക്കൽ കോളേജ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ കുന്നംകുളത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ കെഎസ്ആർടിസി ഡ്രൈവറെ മെഡിക്കൽ കോളേജിലെത്തിച്ച ആംബുലൻസ് ഡ്രൈവർ സാദിഖാണ് മെഡിക്കൽ കോളേജിനെതിരെ ആരോപണമുയർത്തിയത്. കൃത്യമായ ചികിത്സ ഗുരുതരാവസ്ഥയിലെത്തിയ കെഎസ്ആർടിസി ഡ്രൈവർക്ക് ലഭിച്ചില്ല എന്നായിരുന്നു ആരോപണം. അവർ 3/4 മണിക്കൂറായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. അതിൽ ബ്ലീഡിങ് നിൽക്കാനാന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചക്ഷൻ എന്തോ ഒരു മരുന്ന് കയറ്റിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്കാണെങ്കിൽ ഫുള്ള് ചീരിയും കളിച്ചിട്ട് അവർ നിൽക്കുക. അതേസമയം ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിച്ചു. രോഗിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ നൽകിയിട്ടുണ്ട്. പുലർച്ചെ 2:52-നെത്തിയ രോഗിയെ 2:57-ന് ഡോക്ടർ പരിശോധിച്ചു തുടങ്ങിയെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാധിക പറഞ്ഞു. കെഎസ്ആർടിസി ഡ്രൈവറുടെ നില അതീവ ഗുരുതരമായിരുന്നില്ല. എങ്കിലും തലയ്ക്ക് പരിക്കേറ്റതിനാൽ രോഗിയെ റെഡ് സോണിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നൽകിയ ചികിത്സ കൂട്ടിരിപ്പുകാർക്ക് കാണാൻ കഴിയില്ലെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. ക്യാമ്പസിനകത്തേക്ക് ഇവർ എൻട്രി ചെയ്തിരിക്കുന്നത് 2:52 നമ്മൾ CCTV നോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2:53-ന് ഇദ്ദേഹം ട്രയാജിലെത്തുന്നു. ട്രയാജിലെത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വൈറ്റൽസ് സ്റ്റേബിൾ ആണ്. പൾസ് റേറ്റ്, BP, റെസ്പിറേറ്ററി റേറ്റ്, SpO2 തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ നോക്കി. അങ്ങനെ വൈറ്റൽസ് സ്റ്റേബിൾ ആണ്. അപ്പോൾ റെഡ് സോണിലേക്ക് കൊണ്ടുപോയി. റെഡ് സോണിലേക്ക് ഡോക്ടർ അക്കമ്പനി ചെയ്തിട്ടുണ്ട്. റെഡ് സോണിൽ ചെല്ലുമ്പോൾ റെഡ് സോണിനകത്ത് 15 ബെഡിലും ആളുകളുണ്ട്. കാരണം വെന്റിലേറ്റർ പേഷ്യൻസ് ആണ്. ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ട്രോളിയിൽ കിടത്തിയിട്ട് ആ പേഷ്യന്റിന് ന്യൂറോ സർജനെ വിളിക്കുകയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഇവിടെ മുഴുവൻ തിരക്കാണ്, ഇവിടെ ഒട്ടും സൗകര്യമില്ല പേഷ്യന്റിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബഹളമുണ്ടാക്കി. അതിനുശേഷം ഈ രോഗിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് അവിടെ ചികിത്സ നടത്തുന്നത്. അവർ കെഎസ്ആർടിസി ഡ്രൈവർക്ക് മികച്ച ചികിത്സയാണ് നൽകിയത്. അതിനാൽ ആംബുലൻസ് ഡ്രൈവറുടെ ആരോപണം തെറ്റാണെന്നും ഡ്രൈവർ നിർബന്ധിച്ച് രോഗിയെ കൊണ്ടുപോയെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ.